എല്ലാവർക്കും നമസ്കാരം. കവറ്റ് ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സെപ്റ്റംബർ 25 നടന്ന RRB PO 2021 മെയിൻസ് എക്സാമിന് ചോദിച്ച ജനറൽ അവയർനെസ് ക്വസ്റ്റ്യനുകളും അവൈലബിൾ ആയിട്ടുള്ള ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചോദിച്ച ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. മറ്റുള്ള പരീക്ഷകൾക്കും അത് ഉപകരിക്കും. കറണ്ട് അഫെയറിനും അല്ലാതെയും ഒക്കെയുള്ള റിലേറ്റഡ് ഫാക്ട്സും ആ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഓൺ ദ റിമെമ്പറൻസ് ഓഫ് വിച്ച് പേഴ്സണാലിറ്റി ഇന്ത്യ ആനുവലി ഒബ്സർവ്സ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ഓൺ 1 ജൂലൈ. ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ. ആരുടെ റിമെമ്പറൻസിന് വേണ്ടിയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്? അതിന്റെ ആൻസർ ഡോക്ടർ ബിധൻ ചന്ദ്ര റോയ് ആണ്. ഡോക്ടർ ബിധൻ ചന്ദ്ര റോയ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 നാഷണൽ ഡേയ്സ് ഉണ്ട്. വേറെ ഒന്നാണ് നാഷണൽ ടീച്ചേഴ്സ് ഡേ. എന്നാണ് നാഷണൽ ടീച്ചേഴ്സ് ഡേ? സെപ്റ്റംബർ 5 ആണ്. സെപ്റ്റംബർ 5. ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണ്? ബർത്ത് ആനിവേഴ്സറി ഓഫ് എസ് രാധാകൃഷ്ണന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. സർവേപ്പള്ളി രാധാകൃഷ്ണൻ. എസ് രാധാകൃഷ്ണൻ. പിന്നെ എഞ്ചിനീയേഴ്സ് ഡേ, നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ഉണ്ട്. നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആരുടെയാണ്? നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ സെപ്റ്റംബർ 15 വിശ്വേശ്വരയ്യയുടെ ബർത്ത് ആനിവേഴ്സറി ആണ്. വിശ്വേശ്വരയ്യ. ഓക്കെ. എസ് രാധാകൃഷ്ണൻ, വിശ്വേശ്വരയ്യ. പിന്നെ ഈ ICICI ബാങ്ക് നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ബാങ്കിങ് പ്ലാറ്റ്ഫോം എക്സ്ക്ലൂസീവ്ലി ഫോർ ഡോക്ടേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ICICI ബാങ്ക്. അതിന്റെ പേരാണ് സല്യൂട്ട് ഡോക്ടേഴ്സ്. അതേപോലെ തന്നെ ഒരു ബാങ്ക് HDFC ബാങ്ക് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടേഴ്സിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അവരുടെ എഫേർട്ടുകളെ ബഹുമാനിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ് സലാം ദിൽസെ. HDFC ആണ്. സല്യൂട്ട് ഡോക്ടേഴ്സ് ICICI ബാങ്ക് ആണ്. ഇതെല്ലാം നാഷണൽ ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1 സംഭവിച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ നെറ്റ് പ്രോഫിറ്റ് ഗെയിൻഡ് ബൈ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2021? നെറ്റ് പ്രോഫിറ്റ് ആദ്യമായിട്ടാണ് 5 വർഷത്തിന് ശേഷം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ICARAയുടെ റിപ്പോർട്ടാണ്, അവരുടെ എസ്റ്റിമേറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 31,600 കോടി രൂപയാണ്. അതിന്റെ ആൻസർ വരുന്നത് 31,600 crore rupees ആണ്. എത്ര PSBs ആണ് ഇന്ത്യയിലുള്ളത്? 12 PSBs ആണ് ഉള്ളത്. 2 PSBസിനെ ഈ ബജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, അവരെ പ്രൈവറ്റൈസ് ചെയ്യാൻ പോവാണെന്ന്. അപ്പോൾ നീതി ആയോഗ് രണ്ടെണ്ണത്തിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീതി ആയോഗ് അതാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും. ഓക്കെ. RBIയുടെ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കിൽ നിലവിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമേ ഉള്ളൂ PCA ഫ്രെയിംവർക്കിലുള്ളത്. ഈ മാസം ആദ്യം യൂക്കോ ബാങ്കിനെയും, സെപ്റ്റംബർ മാസം ആദ്യം യൂക്കോ ബാങ്കിനെയും ഇപ്പൊ അടുത്ത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെയും അതിൽ നിന്ന് എടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് PSB ആയി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് റൈറ്റിംഗ് ഓഫ് ലോൺസ്. ഫിനാൻഷ്യൽ ഇയർ 2021 ഈ ഫിനാൻഷ്യൽ ഇയറിൽ ലോണുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്നതിൽ, ലോണുകൾ എഴുതി തള്ളുന്നതിൽ ഏത് PSB ആണ് ഫസ്റ്റ് എത്തിയത്? SBI ആണ്. SBI ഇസ് ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഓക്കെ. സെക്കൻഡ് യൂണിയൻ ബാങ്ക് ആണ്. ഫസ്റ്റ് എത്തിയത് SBI ആണ്. എന്തില്? ടോപ്പ് PSB ടു റൈറ്റ് ഓഫ് ലോൺസ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിൽ ഇൻ ഫിനാൻഷ്യൽ ഇയർ 2021. തേർഡ് PNB ആണ്. ഓക്കെ. ഇതൊക്കെ PSB ആയി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നെക്സ്റ്റ്, RBI increased the limit of outstanding balance in payment banks from 1 lakh to 2 lakhs for A. ഒരു ഡേ എൻഡിലുള്ള ബാലൻസ് ആണ്, അതാണ് ചോദിച്ചത്. ഡേ എൻഡിലുള്ള ബാലൻസ് ആണ് 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം ആക്കിയിട്ട് ഉയർത്തിയത് RBI. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ഈ ഗൈഡ് ലൈൻ RBIയുടെ ഗൈഡ് ലൈൻസ് ആണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ഏതാണെന്നറിയോ? ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആണ്.
ന്യൂഡൽഹിയാണ് എയർടെൽ പേയ്മെന്റ്സ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ന്യൂഡൽഹി. എയർടെൽ പേയ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The condition when cash is not available in an ATM is called as. ഒരു എ ടി എമ്മിൽ ക്യാഷ് ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്യാഷ് ഔട്ട്. ക്യാഷ് ഔട്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ചോദിച്ചത്. ഇത് എന്തുമായി ബന്ധപ്പെട്ട് ചോദിച്ചാന്ന് വെച്ചാൽ RBI പുതിയ റൂൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മാസത്തിൽ 10 മണിക്കൂറിൽ കൂടുതൽ ഒരു ബാങ്കിന്റെ എ ടി എമ്മിലോ ഒരു എ ടി എമ്മിൽ ക്യാഷ് ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഒരു മാസത്തിൽ ഇൻ 1 മന്ത്, ശ്രദ്ധിക്കണം, ഇൻ 1 മന്ത് 10 മണിക്കൂറിൽ കൂടുതൽ 10 hours കൂടുതൽ ഒരു എ ടി എമ്മിൽ ക്യാഷ് ഇല്ലാതെ വരികയാണെങ്കിൽ RBI ആരാണോ എ ടി എം ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരെ ഫൈൻ ചെയ്യും. ₹10,000 ഫൈൻ വരും. ഇതാണ് RBIയുടെ പുതിയ റൂള്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ് ക്യാഷ് ഔട്ട്. ₹10,000 ആണ് ഫൈന് 10 മണിക്കൂറിൽ കൂടുതൽ ക്യാഷ് ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മാസത്തിൽ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ന്യൂ നെയിം ഗിവൺ ടു മോഡൽ റെന്റൽ ആക്ട്? മോഡൽ റെന്റൽ ആക്ടിന് ഉള്ള പുതിയ പേരെന്ന് പറയുന്നത് മോഡൽ ടെനൻസി ആക്ട് ആണ്. മോഡൽ ടെനൻസി ആക്ട്. ഓക്കെ, മോഡൽ ടെനൻസി ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which international airport from India won the 2020's Airport Council International? Airport Council Internationalന്റെ ഡയറക്ടർ ജനറൽ റോൾ ഓഫ് എക്സലൻസ് ഓണർ ഫോർ ക്വാളിറ്റി ഓഫ് സർവീസ്. ഈ അവാർഡ് കിട്ടിയത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്. കൊച്ചി എയർപോർട്ടാണ്. ഓക്കെ, CII, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് കിട്ടിയത്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മോൺട്രിയൽ ആണ്. മോൺട്രിയൽ എവിടെയാണ്? കാനഡയിലാണ്. മോൺട്രിയൽ ഈസ് ഇൻ കാനഡ. ഓക്കെ, നെക്സ്റ്റ്. Who topped the world's 50 greatest leaders list released by Fortune magazine? Fortune magazine ലിസ്റ്റ് ആണ് വേൾഡ്സ് 50 greatest leaders ലിസ്റ്റ്. അതിന്റെ ഫസ്റ്റ് എത്തിയത് ജസീന്ത ആർഡനാണ്. ജസീന്ത ആർഡൻ ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. ഈ റാങ്കിങ്ങിൽ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിലെത്തിയ ഇന്ത്യക്കാരൻ 10th റാങ്കിങ്ങിലാണ്. ഓവറോൾ റാങ്കിങ്ങിൽ 10th ആണ്. ഇന്ത്യക്കാരുടെ ഫസ്റ്റ് ആണ്. അതാണ് അഡാർ പൂനാവാല ഏത് കമ്പനിയുടെ സിഇഒ ആണ്? അഡാർ പൂനാവാല സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സിഇഒ ആണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇസ് ബേസ്ഡ് ഇൻ പൂനെ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, പൂനെയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇതിന്റെ ചെയർമാൻ ആണ് സൈറസ് പൂനാവാല. ഈ കമ്പനിയുടെ ചെയർമാൻ ആണ് സൈറസ് പൂനാവാല. അഡാർ പൂനാവാലയുടെ അച്ഛനാണ് ഡോക്ടർ സൈറസ് പൂനാവാല. ഇദ്ദേഹത്തിനാണ് ലോക്മാന്യ തിലക് അവാർഡ് കിട്ടിയത്. ലോക്മാന്യ തിലക് അവാർഡ്. ഓക്കെ, ലോക്മാന്യ തിലക് അവാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഗവൺമെന്റ് ഓർഗനൈസേഷൻ റീസെന്റ് ലോഞ്ച്ഡ് ശ്വാസ് ആൻഡ് ആരോഗ്? ഒരു ക്വിക്ക് ക്രെഡിറ്റ് ഡെലിവറി സ്കീംസ് ആണ്. ക്വിക്ക് ക്രെഡിറ്റ് ഡെലിവറി സ്കീംസ് ആണത്. ഓക്കെ, ഇത് MSMEസിന് വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്. MSMEസിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഡെലിവറി സ്കീംസ് ആണ്. ലോൺ സ്കീമാണ്. ലോഞ്ച് ചെയ്ത് സിഡ്ബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലക്നൌവിലാണ് സിഡ്ബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ, സിഡ്ബി ആണ് ലക്നൗ. മുദ്ര ലോൺസ്, മുദ്രയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്, നോഡൽ ഏജൻസിയാണ് സിഡ്ബി. ഓക്കെ, മുദ്രയുടെ. പിന്നെ MSME ആയി ബന്ധപ്പെട്ട് മെയിൻലി SMEസിന് വേണ്ടിയിട്ട്, സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എന്റർപ്രൈസസിന് വേണ്ടിയിട്ട് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ, ലോ വാല്യൂ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷന് സ്വിഫ്റ്റ് ഒരു സ്കീം ഇറക്കിയിട്ടുണ്ടായിരുന്നു. സ്വിഫ്റ്റ് ഗോ എന്നാണ് സ്കീമിന്റെ പേര്. MSMEസിന് വേണ്ടിയിട്ടാണ്. SMEസിന് വേണ്ടിയിട്ടാണ്. MSMEs അല്ല, SMEs. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് കോഡ് ഈസ് യൂസ്ഡ് ഇൻ ചെക്കിലുള്ള കോഡാണ് MICR കോഡാണ്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഫുൾ ഫോമും ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഓക്കെ, ഒരു 9 ഡിജിറ്റ് കോഡാണ്. ഇത് ക്ലിയറിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
നാഷണൽ ക്ലിയറിംഗ് ഹൗസസ് NPCയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിലുള്ളതാണ്. NPCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. നാഷണൽ ക്ലിയറിംഗ് ഹൗസസ് NACH. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് CTS, ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം. ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ചെക്കുകളെ ഇലക്ട്രോണിക് ഇമേജ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ ബാങ്കുകളിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ RBI പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് September 30 ആണ്. ഓക്കെ, September 30 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു RBIയുടെ എല്ലാ ബാങ്കുകളിലും എല്ലാ ബ്രാഞ്ചുകളിലും CTS സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. What was India's rank in World Competitiveness Index among the BRICS countries? BRICS കൺട്രികളുടെ ഇടയിൽ ഇന്ത്യയുടെ റാങ്ക് സെക്കൻഡ് ആണ്. ഫസ്റ്റ് ചൈനയാണ്. ഓവറോൾ റാങ്കിങ്ങിൽ ഇന്ത്യ 43rd ആണ്. ഫസ്റ്റ് എത്തിയ കൺട്രി സ്വിറ്റ്സർലാൻഡ് ആണ്. സ്വിറ്റ്സർലാൻഡ് ആണ് ഫസ്റ്റ് എത്തിയത്. ഓവറോൾ റാങ്കിങ്ങിൽ ഇന്ത്യ 43rd ആണ്. ബ്രിക്സ് കൺട്രീസിന്റെ ഇടയിൽ സെക്കൻഡ് ആണ് ഇന്ത്യ, ഫസ്റ്റ് ആണ് ചൈന. ബ്രിക്സ് സമ്മിറ്റ്, ഇപ്പൊ ബ്രിക്സിന്റെ ചെയർ ഇന്ത്യയാണ്. ബ്രിക്സ് സമ്മിറ്റുകളൊക്കെ നടക്കുന്നത് ബ്രിക്സിന്റെ ചെയർ ഇന്ത്യയാണ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ബ്രിക്സിന്റെ ബാങ്ക്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് പുതിയ ന്യൂ ബാച്ച് മെമ്പേഴ്സ് ആയിട്ട് 3 രാജ്യങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. UAE, ഉറുഗ്വേ ആൻഡ് ബംഗ്ലാദേശ്. സെപ്റ്റംബറിൽ നടന്നതാണ്. ഓക്കെ, UAE, ഉറുഗ്വേ ആൻഡ് ബംഗ്ലാദേശ്. നെക്സ്റ്റ്, നെയിം ദ മൊബൈൽ ആപ്ലിക്കേഷൻ ദാറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ഫ്ലിപ്കാർട്ട്. ഫ്ലിപ്കാർട്ട് ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് സീറോ ഇൻവെസ്റ്റ്മെന്റിലൂടെ ചെറുകിട ഓൺട്രപ്രനേഴ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ആപ്പാണ്. അത് ഏതാ ആപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഷോപ്സി എന്നാണ് ആ ആപ്പിന്റെ പേര്, ഷോപ്സി. ഓക്കെ, ഫ്ലിപ്കാർട്ടിന്റെ ഓണർ ആരാണ്? ഫ്ലിപ്കാർട്ടിന്റെ ഓണർ വാൾമാർട്ടാണ്. ഫോൺ പേ ഈസ് ഓൺഡ് ബൈ ഫ്ലിപ്കാർട്ട്. ഫോൺ പേ ഓൺ ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടാണ്. ഓക്കെ, ഫ്ലിപ്കാർട്ടാണ് ഫോൺ പേ ഓൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലീഡ് ഏജൻസി ഫോർ ഇംപ്ലിമെന്റിംഗ് ENAM, നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്? ENAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള. നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്നാണ് ഫുൾ ഫോം. നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്. ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആരാണെന്ന് ചോദിച്ചത്, അഗ്രികൾച്ചർ മാർക്കറ്റ്. ഓക്കെ, ഇത് ഒരു ഓൺലൈൻ ട്രേഡ് പ്ലാറ്റ്ഫോം ആണ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട്. ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി SFACE ആണ്, അതായത് സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം. ENAM was launched in the year 2016. 2016ലാണ് ENAM ലോഞ്ച് ചെയ്തത്. 2016 മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ് ലോഞ്ച് ചെയ്തത്. 13th question, what was the minimum global corporate tax that will be levied on multinational companies as per the decision taken during the G7 finance ministers meeting? G7 finance ministers meeting എടുത്ത തീരുമാനമാണ് കോർപ്പറേറ്റ് ടാക്സ്. മിനിമം ഗ്ലോബൽ കോർപ്പറേറ്റ് ടാക്സ് എത്രയായിരിക്കണം? 15% ആണ്. 15% ആണ്. ഓക്കെ, ഏതൊക്കെയാണ് G7 കൺട്രീസ്? G7 കൺട്രീസ് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, USA. G7 സമ്മിറ്റുകളെല്ലാം നടക്കുന്നത്, ഇപ്പൊ മിനിസ്റ്റേഴ്സ് മീറ്റിംഗും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗും എല്ലാ G7 സമ്മിറ്റ് എല്ലാം നടക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. G7 സമ്മിറ്റ് കോൺവാൾ എന്ന സ്ഥലത്താണ് നടക്കുന്നത്, ഇംഗ്ലണ്ട്, UK. ഓക്കെ, ഇംഗ്ലണ്ടിലാണ് നടക്കുന്നത്. അതുപോലെ G20യുടെ പ്രസിഡൻഷ്യൽ ഇപ്പോൾ ചെയർ ആരാണ്? G20യുടെ ഇപ്പോഴത്തെ ചെയർ ഇറ്റലിയാണ്. ഇറ്റലിയിലാണ് G20 സമ്മിറ്റ് എല്ലാം നടക്കുന്നത്, ഇറ്റലി. ഓക്കെ, which bank launched Salute Doctors, a customized digital banking solution for doctors? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ICICI ബാങ്ക് ആണ്. ICICI ബാങ്ക് എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? മുംബൈ ആണ് HQ. മുംബൈ is the HQ of ICICI bank. What is the maximum validity period of marks scored in common eligibility test
that is planned to be conducted by National Recruitment Agency. Validity period 3 years. 3 years. Which country, along with Denmark, topped the 2020 Corruption Perception Index? Corruption Perception Indexil first എത്തിയ രാജ്യം ഡെൻമാർക്കാണ്. അതിന്റെ കൂടെ ഒരു രാജ്യം കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ഏത് രാജ്യമാണ്? Corruption Perception Index ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിലാണ്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ലോഞ്ച് ചെയ്യുന്നത്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? ബെർലിൻ ആണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ്. ജർമ്മനിയുടെ ക്യാപിറ്റലാണ് ബെർലിൻ. ഓക്കെ, ഇതില് ഡെൻമാർക്കിന്റെ കൂടെ ഫസ്റ്റ് എത്തിയത് ന്യൂസിലാൻഡ് ആണ്. ന്യൂസിലാൻഡ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 86 ഔട്ട് ഓഫ് 180 ആണ്. 86 ഔട്ട് ഓഫ് 180. സൗത്ത് സുഡാനും അതുപോലെ സൊമാലിയയും ആണ് ലാസ്റ്റ് എത്തിയത്. ഈ രണ്ട് രാജ്യങ്ങളാണ് ലാസ്റ്റ് നിൽക്കുന്നത്, സൗത്ത് സുഡാൻ ആൻഡ് സൊമാലിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which identify the state that topped in the second India Justice Report released by Tata Trust. Tata Trustന്റെ റിപ്പോർട്ടാണ് സെക്കൻഡ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട്. ഏത് സ്റ്റേറ്റ് ആണ് ടോപ്പ് ചെയ്തതെന്ന് ചോദിക്കുന്നത്? മഹാരാഷ്ട്രയാണ് ടോപ്പ് ചെയ്തത്. യു പി ആണ് ലാസ്റ്റ്. യു പി ലാസ്റ്റ് ആണ്. ഇതെല്ലാം ജാനുവരിയിൽ സംഭവിച്ചാണ്. അപ്പോൾ ജാനുവരിയിൽ സംഭവിച്ചതും ചോദിച്ചിട്ടുണ്ട് RRB POക്ക്. സെപ്റ്റംബറിൽ നടന്ന എക്സാം ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ, ഇതിന് തൊട്ടുമുള്ള ക്വസ്റ്റ്യനും ജാനുവരിയിൽ സംഭവിച്ചതാണ്. When was the Insolvency and Bankruptcy Code launched? ഇത് ലോഞ്ച് ചെയ്ത് 2016ലാണ്. ഓക്കെ, ഇത് ഏത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡും അവർ ബോർഡ് ഓഫ് ഇന്ത്യയും ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടിയിട്ട് ഇന്ത്യയിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സിനെ കുറിച്ചിട്ട് റിസർച്ച് എഫേർട്സിന് വേണ്ടിയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. റിസർച്ച് എഫേർട്സ് ഓൺ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ ആണ്. ഓക്കെ, അതൊരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻസോൾവൻസി ബോർഡ് ഓഫ് ഇന്ത്യയും അതുപോലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എല്ലാം ലോഞ്ച് ചെയ്തത് 2016ലാണ്. Dash refers to the period of time during which one does not have to pay an EMI on loan taken. ബാങ്കിങ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതിന് മൊറട്ടോറിയം പീരീഡ് എന്നാണ് പറയുന്നത്. ലോണ് അടയ്ക്കാൻ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുവാണെങ്കിൽ മൊറട്ടോറിയം പീരീഡ് എന്നാണ് പറയാം. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ഒരു 3 ഇയർ കോഴ്സ് പഠിക്കാൻ പോയെങ്കിൽ ആ 3 വർഷം നിങ്ങൾ ലോൺ അടയ്ക്കേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ ഒരു 1 or 2 ഇയർ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ ഒരു പീരീഡും കൂടി തരും. ഇത്രയും സമയം നിങ്ങൾ ആ ലോൺ അടയ്ക്കേണ്ട ആവശ്യമില്ല. ആ പീരീഡിനെ പറയുന്ന പേരാണ് മൊറട്ടോറിയം പീരീഡ്. അതാണ് ഇവിടെ ചോദിച്ചത്. ഓക്കെ, വിച്ച് ഇന്റർനാഷണൽ ഫുട്ബോൾ ടീം ഈസ് നിക്നെയിംഡ് അസൂരീസ്? ഇത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരാണ് ഇത് ജയിച്ചത്, നമ്മുടെ യൂറോ കപ്പ് ജയിച്ചത്. ഇറ്റലി ഈസ് ദ ആൻസർ. യൂറോ കപ്പ് ഇംഗ്ലണ്ടിനാണ് ഇറ്റലി തോൽപ്പിച്ചത്. യൂറോ കപ്പിൽ. ലണ്ടനില് വെംബ്ലി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടന്നത്. വെംബ്ലി സ്റ്റേഡിയം ലണ്ടൻ. ഫൈനൽ നടന്നത് വെംബ്ലി സ്റ്റേഡിയം ഇൻ ലണ്ടൻ. അതുപോലെ തന്നെയായിരുന്നു കോപ്പ അമേരിക്ക ബ്രസീലിലാണ് കോപ്പ അമേരിക്ക നടന്നത്. ഫൈനലില് ബ്രസീലിനെ തോൽപ്പിച്ചത് അർജന്റീനയാണ്. എന്നിട്ട് കപ്പടിച്ചു. ഓക്കെ, അന്ന് ഗോൾ അടിച്ചത് അർജന്റീനയുടെ ഏഞ്ചൽ ഡി മരിയാണ്. ഒരു ഗോളിനാണ് ജയിച്ചത്. അർജന്റീന ബ്രസീലിനെ തോൽപ്പിച്ചു കോപ്പ അമേരിക്കയില്. നോക്കി, ഇറ്റലി തോൽപ്പിച്ചത് ഇംഗ്ലണ്ടിനാണ് യൂറോ കപ്പിൽ. അതുപോലെ കോൺകാക്കഫ് ഗോൾഡ് കപ്പ് ജയിച്ചത് USA ആണ്. USA വെച്ചിട്ടാണ് നടന്നത്. തോൽപ്പിച്ചത് മെക്സിക്കോനെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒളിമ്പിക്സിന് ഫുട്ബോളിൽ ഗോൾഡ് മെഡൽ കിട്ടിയത് ബ്രസീലിനാണ്. തോൽപ്പിച്ചത് സ്പെയിനെയാണ്. ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയത് ബ്രസീലിനാണ്. സ്പെയിനെയാണ് തോൽപ്പിച്ചത്. അതുപോലെ ഇറ്റലിയുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജോർജീനിയോ ആണ് UEFA
ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടിയത്. UEFA ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടിയത് ഇദ്ദേഹത്തിനാണ്, ജോർജീനോയ്ക്കാണ്. ഓക്കെ, UEFA ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടിയത് ജോർജീനോയ്ക്കാണ്. ഇറ്റലിയുടെ കളിക്കാരനാണ്, ചെൽസിക്ക് വേണ്ടി കളിക്കുന്നു, ചെൽസി എന്ന ക്ലബിന് വേണ്ടി കളിക്കുന്നു. റഫ്താർ is a centrally sponsored agriculture development scheme. റഫ്താർ എന്ന് പറയുന്നത്, വാട്ട് ഡസ് ദ ലെറ്റർ ലാസ്റ്റ് ലെറ്റർ ആർ ഇൻ റഫ്താർ ഡിനോട്ട്? ലാസ്റ്റ് ലെറ്റർ ആണ് റഫ്താറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെമ്യൂണറേറ്റീവ് അപ്രോച്ചസ് ഫോർ agriculture and allied sectors rejuvenation. rejuvenation ആണ് ഇതിന്റെ ആൻസർ. rejuvenation കുറിച്ചിട്ടാണ് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗ് ആൻഡ് പിരമാൾ ഫൗണ്ടേഷൻ ലോഞ്ച്ഡ് സുരക്ഷിത് ഹം അഭിയാൻ to provide administrative assistance for home care support to COVID-19 patients in ആസ്പിറേഷൻ ഡിസ്ട്രിക്ട്സിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. 112 ആസ്പിറേഷൻ ഡിസ്ട്രിക്ട്സ് ആണുള്ളത് ഇന്ത്യയിൽ. അതാണ് ചോദിക്കുന്നത്. 112 ആസ്പിറേഷൻ ഡിസ്ട്രിക്ട്സ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളത്. ഓക്കെ, ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞാൽ പിന്നോക്കം നിൽക്കുന്ന ഡിസ്ട്രിക്ട്സുകളാണ്. അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള കുറെ സ്കീമുകളും പ്രോഗ്രാമുകളും ഉണ്ടായിരിക്കും. അത്തരം ഡിസ്ട്രിക്റ്റുകളെയാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുക. Who won a hat-trick of gold medals in the 2021 Archery World Cup Stage 3? 2021 Archery World Cup Stage 3-ൽ ഹാട്രിക് ഗോൾഡ് മെഡൽ നേടിയത് ദീപിക കുമാരിക്കാണ്. ഇന്ത്യൻ ആർച്ച് ദീപിക കുമാരി is the answer. Okay. Next. Which is the implementing agency of National SC/ST Hub, a central government scheme to provide a supportive ecosystem for SC/ST entrepreneurs. SC/ST entrepreneursന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നാഷണൽ SC/ST ഹബ്. ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആണ്. ഓക്കെ, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഇത് MSME മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്. 120 കോടിയാണ് രൂപയാണ് ഇത്തവണത്തെ ഫിനാൻഷ്യൽ ഇയർ 21 ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, നാഷണൽ SC/ST ഹബിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് വകയിരുത്തിയിട്ടുള്ളത് 120 കോടി രൂപ. കറന്റ് ഹൗ മെനി സ്മോൾ ഫിനാൻസ് ബാങ്ക് ആർ അണ്ടർ ഓപ്പറേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇപ്പോൾ 11 സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്, 6 പേയ്മെന്റ് ബാങ്കുകളാണ്. ഇതിന്റെ ആൻസർ 11 ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ 11 സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ്. പേയ്മെന്റ് ബാങ്കുകൾ 6 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. ജലന്ധറാണ് ക്യാപിറ്റൽ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആണ്. ന്യൂഡൽഹിയാണ് ക്യാപിറ്റൽ. ഓക്കെ, ഹൗ മെനി മെമ്പർ കൺട്രീസ് ആർ ദെയർ ഇൻ നാറ്റോ? നാറ്റോയില് നേരത്തെ ഇതിൽ പറയുന്നത് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ലോഞ്ച് ചെയ്തത് 2017-ലാണ്. നിങ്ങൾ കണ്ടെത്തുക എന്നാണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലോഞ്ച് ചെയ്തത്. ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഹൗ മെനി കൺട്രീസ് ആർ ദെയർ ഇൻ നാറ്റോ? നാറ്റോയിൽ എത്ര കൺട്രീസ് ആണ് ഉള്ളത് എന്ന് ചോദിക്കുന്നത്. 30 കൺട്രീസ് ആണ് ഉള്ളത്. നാറ്റോന്റെ ക്യാപിറ്റൽ ബ്രസൽസ് ആണ്. ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ അടുത്ത് നടന്ന ഒരു സമ്മിറ്റ് നടക്കുന്നുണ്ട്, SCO സമ്മിറ്റ്, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മിറ്റ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് HQ ബീജിംഗിലാണ്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബീജിംഗിലാണ്. ഇപ്പോൾ 9 മെമ്പേഴ്സ് ആണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഉള്ളത്. ഇപ്പോഴാണ് ഒരു പുതിയ മെമ്പർ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത്. 8 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ പുതിയ ആളായിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത് ഇറാൻ. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ സമ്മിറ്റ് നടക്കുന്നത് 2021 സമ്മിറ്റ് നടക്കുന്നത് ദുഷാംബേലാണ് സമ്മിറ്റ് നടക്കുന്നത്. ദുഷാംബയുടെ ക്യാപിറ്റൽ തജിക്കിസ്ഥാനാണ്. ദുഷാംബയുടെ ക്യാപിറ്റൽ തജിക്കിസ്ഥാനാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ ഷെയർ ദാറ്റ് ദ ഗവൺമെന്റ് പ്ലാൻസ് ടു ഡിസ്ഇൻവെസ്റ്റ് ഫ്രം IDBI ബാങ്ക്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ, ഗവൺമെന്റിന് IDBI ബാങ്കിലുള്ള ഷെയർ 45.48% ആണ്.
LIC ആണ് IDBI ബാങ്കിനെ ഓൺ ചെയ്യുന്നത്. LICയുടെ ഷെയർ 49.24% ആണ്. ഒരു ന്യൂസ് ഉണ്ടായിരുന്നത് ശരിക്കും ന്യൂസ് ഉണ്ടായിരുന്നത് ഗവൺമെന്റിന്റെ ഷെയർ 45.48% ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷെ എത്ര ശതമാനം ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നില്ല. 45.48% ആണ് ഗവൺമെന്റിന്റെ ഷെയർ ഉള്ളത്. When will RBI conduct the last monetary policy committee meeting for the financial year 2022? ഈ വർഷം ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 6 മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് കൂടുക. 6 മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് കൂടുക. ആദ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഏപ്രിലിൽ കൂടും. 6 മെമ്പേഴ്സ് ആണ് ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുള്ളത്. 2 മന്ത് കൂടുമ്പോഴാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടുന്നത്. 6 മെമ്പേഴ്സ് ആണ്. ചെയർമാൻ ആരാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ? ചെയർമാൻ ഗവർണർ ആണ്. ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ ഗവർണർ. ഓക്കെ, ശക്തികാന്ത ദാസ്. അപ്പൊ ഏപ്രിലില് ആദ്യത്തെ കൂടുമെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ മാസത്തിന്റെ 2 മാസം മുന്നേ ആയിരിക്കും ലാസ്റ്റ് കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവസാനം കൂടുന്നത് ഫെബ്രുവരിയിലാണ്. ഓക്കെ, ഫെബ്രുവരിയിലാണ്. RBIയില് ഇപ്പൊ തൊട്ടടുത്ത് റാബി ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഡെപ്യൂട്ടി ഗവർണറെയും കൂടി അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ് RBIയിൽ ഉള്ളത്. മാക്സിമം RBIക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നത് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 മെമ്പേഴ്സ് ആണ് ഉള്ളത്. 6 മെമ്പേഴ്സ് ആണ് വരുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റി. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 മെമ്പേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള RRB എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. താങ്ക് യു.